കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ അഡിനോയിഡിന്റെ പ്രശ്നമുള്ള കുട്ടികളിലൊക്കെ തന്നെ കിഡ്നി ഫെയിലിയറിന്റെ കാരണമാണെന്ന് ഡോക്ടറെ. സംഭവത്തിന് എന്റെ കുട്ടിക്ക് അഡിനോയിഡിന്റെ പ്രശ്നമുണ്ട്, സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇവനിപ്പോ രാവിലെ എണീക്കും മുഖമൊക്കെ വല്ലാണ്ട് നീര് വെച്ചൊരു അവസ്ഥയാണ് ഡോക്ടറെ. എന്താ അതിന് ചെയ്യേണ്ടത്? കാരണം കിഡ്നിക്ക് വലിയ ഡാമേജ് ഉണ്ടാവുന്നതിന്റെ തുടക്കമാണോ എന്ന് വെച്ചിട്ട് ഒരു കമന്റ് കണ്ടു. അപ്പൊ ഇത് സംഭവം വെച്ചിട്ട് വേറൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അഡിനോയിഡുള്ള കുട്ടികളൊക്കെ തന്നെ രാത്രി വാ തുറന്ന് ചുറക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഓക്സിജൻ ബ്രെയിനോട്ട് കിട്ടുന്നത് വളരെ കുറവാണ്. അതുമൂലമാണ് അവർക്ക് രാവിലെ എണീക്കും മുഖമൊക്കെ വല്ലാണ്ട് നീര് വെക്കുന്ന അവസ്ഥയായിട്ട് പോവാറുണ്ട്. മാത്രമല്ല ഈ അഡിനോയിഡിന്റെ പ്രശ്നമുള്ള കുട്ടികളൊക്കെ തന്നെ വാ തുറന്ന് ചുറങ്ങുമ്പോൾ വാല് ഭയങ്കര ഡ്രൈനസ് സംഭവിക്കുന്നുണ്ട്. അതുമൂലം രാവിലെ എണീക്കുമ്പോൾ മുഖമൊക്കെ വല്ലാണ്ട് നീര് വെച്ച അവസ്ഥയായിട്ട് പോകാറുണ്ട്. മൂന്നാമത്തെ വേറെ സംഭവമുണ്ട്, ടോൺസിൽസിന്റെ പ്രശ്നമുള്ള കുട്ടികളിൽ അതേപോലെ അഡിനോയിഡിന്റെ ബുദ്ധിമുട്ട് വല്ലാണ്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് മുഖത്തൊക്കെ വല്ലാണ്ട് നീര് വെച്ച അവസ്ഥയായിട്ട് എത്താറുണ്ട്. നാലാമത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഡിനോയിഡിന്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ, ഈ സൈനസ് ക്യാവിറ്റീസിലൊക്കെ വല്ലാണ്ട് കഫം നിറഞ്ഞ അവസ്ഥ, സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്ക് കുട്ടികളിലൊക്കെ തന്നെ രാവിലെ എണീക്കും മുഖം വല്ലാണ്ട് നീര് വെച്ച അവസ്ഥയായിട്ട് പോകുന്നുണ്ട്. അതിന് പ്രോപ്പർ കാരണം നോക്കി മരുന്ന് എടുക്കുകയാണെങ്കിൽ ഈ മുഖത്ത് നീര് വെക്കുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും കേട്ടോ.